സോ നമുക്ക് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആണ്. ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, ഒരു ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. സോ വി നോ വാട്ട് ഈസ് ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ്. സോ വി നോ സോ ദ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ്. So if you get this n dot as matrix, we can find the eigenvalues. So what are the eigenvalues? So let I suppose let lambda be the eigenvalue. Spin algebra പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാവും. കാരണം നമുക്ക് പ്രാക്ടീസ് കുറവാണ്. അതിൽ നിന്ന് അധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുമില്ല, സ്പെയർ പ്രോബ്ലംസ് നമുക്ക് കിട്ടാനുമില്ല. സോ ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണല്ലേ. അപ്പം ഈ മാസം തന്നെ ഇനിയിപ്പോൾ നെറ്റ് പരീക്ഷ ഉണ്ടാവും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠനമൊക്കെ നല്ല ഊർജിതമായ നിലയിൽ കൊണ്ടുപോകണം. ഇനിയുള്ള സമയത്ത് വേറൊരു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ സമ്പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ പഠനത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക. പഠനം മാത്രമായിരിക്കണം മനസ്സിൽ. ഉറക്കമൊക്കെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി നമുക്ക് നെറ്റും JRF ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഉറങ്ങാം ബാക്കി സ്വസ്ഥമായിട്ട്. അപ്പോൾ ഇനിയുള്ള സമയം ഉറക്കമൊക്കെ കുറച്ച് വളരെ നന്നായിട്ട് പഠിക്കുക. മഴയാണ്, തണുപ്പാണ്, മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് ഒരു ത്യാഗം എന്നുള്ള രീതിയിൽ അത് മാറ്റി വെക്കുക. എന്നിട്ട് ആഘോഷമായിട്ടിരുന്നങ്ങ് പഠിക്കുക. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റുകളിലൂടെയും കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സിലബസ് വളരെ വാസ്റ്റായിട്ടുള്ള സിലബസാണ്. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാം, എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകൂ എന്നൊന്നും തീരുമാനം എടുത്തേക്കരുത്. സിലബസ് പഠിക്കുന്ന അത്രയും കൊണ്ട് പഠിച്ചു തീർക്കുക, എന്നിട്ട് പോയി പരീക്ഷ എഴുതുക. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടും നിങ്ങൾ ഉത്തരം എഴുതണം. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ തെറ്റ് വരുത്തുകയും അരുത്. അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് കിട്ടും. കാരണം നമുക്ക് 200 മാർക്കൊന്നും നമുക്ക് നേടിയിട്ട് ആരെയും കാണിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ റാങ്കൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്തവണ പുതിയൊരു കാറ്റഗറി ഓഫ് വിജയം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അഡ്മിഷൻ ഫോർ PhD ഒൺലി എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷയുടെ നിലവാരത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ തവണത്തെ പരീക്ഷ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് അങ്ങനെ നിലവാരത്തിന് ഒരു തകർച്ച വരാൻ ഒരു വിദൂര സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് കുറച്ചുകൂടി അവർ കുറച്ച് ആൾക്കാരെ കൂടി ഒരു കാറ്റഗറിയിൽ വിജയിപ്പിച്ച് വിടുന്നു എന്ന് മാത്രമേ കാണുള്ളൂ. പരീക്ഷയിൽ വെള്ളം ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വെള്ളം ചേർക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് PhD ഉള്ള അഡ്മിഷൻ കൂടി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ ഊർജിതമായിട്ട് തന്നെ പഠിക്കുക. MSc കഴിഞ്ഞ് ഇരിക്കുന്ന എല്ലാവരും തന്നെ എഴുതണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ കൂടി നമ്മളൊന്ന് ഒരു തവണയെങ്കിലും ഈ ഒരു പരീക്ഷ ഒന്ന് എഴുതി നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇത്ര നാൾ പഠിച്ചതിൻ്റെ മാറ്റം ഒന്ന് ഉരച്ചു നോക്കാൻ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യം നന്നായിട്ട് ഓർക്കണം. പിന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പ്രോബ്ലംസിന് യാതൊരു മയവും കാണിക്കരുത്. പ്രോബ്ലംസ് നല്ലപോലെ ചെയ്ത് പഠിക്കുക. എത്രത്തോളം ആസ് മച്ച് ആസ് യു ക്യാൻ അല്ലേ. അപ്പോൾ പ്രോബ്ലംസ് എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അത്ര നല്ലതാണ്. പ്രോബ്ലം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ കൈ കിട്ടുകയാണ്. സോ പ്രോബ്ലംസ് വളരെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളൊക്കെ തിയറി വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്, ഞങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പോൾ ഒരു കാരണവശാലും പ്രോബ്ലം വിട്ട് കളയരുത്. പ്രോബ്ലം ആഞ്ഞു പിടിച്ചോണം. ഏത് ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നെ നമുക്ക് തിയറി വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു CSIR ഫിസിക്സ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് ഇഫ് ഹി ഓർ ഷീ സീ that problem in problem point of view, if he or she see that question in a problem point of view, it will be more easy for him or her to solve that problem. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് അതിനെ ഒരു പ്രോബ്ലമായിട്ട് തന്നെ കണ്ടാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി ആയിരിക്കും മിക്കവാറും അതിൻ്റെ പുറകിലുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓർക്ക് കാണുക. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ട് ഇത് മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക, അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്നേ. കാരണം ഇത്രയും വലിയൊരു സിലബസ് കിടക്കുകയല്ലേ. സോ അതുകൊണ്ട് അക്കാര്യം ഒന്ന് ഓർക്കുക. പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക, തെറ്റ് വരുത്താതിരിക്കുക,
നെഗറ്റീവ് മാർക്കിങ് പരമാവധി കുറയ്ക്കുക. പിന്നെ എടുത്തെഴുതുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോഴും സൈനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറന്നു പോകാതിരിക്കാനായിട്ട് ഇത് പല ആവർത്തി നമ്മൾ പഠിക്കുന്ന ഫോർമുലാസൊക്കെ ഒന്ന് മറന്നു പോകാതെ അത് മനസ്സിൽ പല ആവർത്തി ഒന്ന് ഉരുവിട്ട് നോക്കുക, ഉരുവിട്ട് പഠിക്കുക, വായിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം ഫോർമുലാസൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് കയറുമ്പോൾ മറന്നു പോകും. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല വരെ മറന്നുപോയ ചരിത്രമുണ്ട് എനിക്ക്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ആവർത്തിക്കരുത്. e⁻−isx ആണോ, e⁻−sx ആണോ, e+isx ആണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും പരീക്ഷയ്ക്ക് കയറുമ്പോൾ. കാരണം ടെൻഷൻ കൂടിയിട്ട് നമ്മൾ എന്താണ് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ, ടെൻഷൻ കൂടിയിട്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മറന്നു പോകാതിരിക്കുക, അത്രയും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുക, ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. So let us begin discussing our problems. See the first one. A relativistic particle of mass m and charge e is moving in a uniform electric field of strength E. Starting from rest at a time t equal to 0, how much will it take to reach the speed of c/2? So to reach the speed of c/2, how much time will that particle take? അതാണ് ചോദ്യം. So a particle of mass m and charge e starting from the rest. So it is moving in an electric field. So how much time will it take to reach the speed of c/2? So they are asking to calculate the time. So this question comes from the special theory of relativity, which is coming under classical mechanics. ക്ലാസിക്കൽ മെക്കാനിക്സ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾക്ക് റിലേറ്റിവിറ്റി പഠിച്ചിരിക്കണം. റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊന്നും കളയാനില്ല, അരിച്ച് കളയാനൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. ആ ഭാഗം നന്നായിട്ട് പഠിക്കണം. ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, പിന്നെ സൈമുൾട്ടേനിറ്റി, പ്രോബ്ലം ഓഫ് സൈമുൾട്ടേനിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ചോദ്യങ്ങളുണ്ടാവും. ഡോപ്ലർ എഫക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് ഡോപ്ലർ എഫക്റ്റ് ഉണ്ട്, നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ചോദ്യങ്ങളുണ്ടാവും. പിന്നെ ലഗ്രാഞ്ചിയൻ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ്, ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ലഗ്രാഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതിൽ ലഗ്രാഞ്ചിൻ്റെ ആണെങ്കിലും ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലഗ്രാഞ്ചിന് ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലഗ്രാഞ്ചിന് എഴുതാനും അതുമായി ബന്ധപ്പെട്ട സൈക്ലിക് കോർഡിനേറ്റ് എന്താണ്, കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ലഗ്രാഞ്ചിൻ തന്നു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനും, ഹാമിൽട്ടോണിയൻ തന്നാൽ ലഗ്രാഞ്ചിൻ കണ്ടുപിടിക്കാനുമുള്ള ആ ഒരു കൺവേർഷൻ, ആ ലെഷൻഡർ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോണം. പിന്നെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റാണ്, അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരും. ഇത്രയും കാര്യം ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ടു ദിസ് പ്രോബ്ലം, സി ലെറ്റ് us ഡു ദിസ് പ്രോബ്ലം. ഓക്കെ, സോ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ 30-ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യാമെന്ന്. നമ്മൾ ഇവിടെ എക്സ്പ്രസ് ലൈവ് ക്രാഷ് ബാച്ചാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പ്രസ് ലൈവ് ക്രാഷ് ബാച്ചാണ്. സോ എക്സ്പ്രസ് ലൈവ് ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ പ്രോബ്ലം സോൾവിംഗ് ആണ് നമ്മൾ ഈ ബാച്ചിനെ ലക്ഷ്യം വെക്കുന്നത്. So if you join this batch, you will be merged with our long term batch. അപ്പം നമ്മുടെ ലോങ് ടേം ബാച്ച് ഉണ്ട്, അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് സെഷൻസും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം ലൈവ് സെഷൻസ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. 2 മണിക്കൂർ വെച്ച് നമ്മൾ ലൈവ് സെഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ ടോപ്പിക്കും 2 മണിക്കൂർ വെച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ചിലപ്പോൾ കൂടുതൽ സമയങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒത്തിരിയധികം പ്രയോജനം കിട്ടുന്ന ഒരു ലൈവ് ബാച്ച് തന്നെ ആയിരിക്കും ഇത്. ഇപ്പം കൃത്യം 10 പേപ്പർ 2 മണിക്കൂർ വെച്ച് 20 മണിക്കൂർ അങ്ങനെയൊന്നുമല്ല. എന്തായാലും നിങ്ങൾക്ക് 20 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാകും. 25 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ഈ 2 മണിക്കൂർ കൊണ്ട് പരമാവധി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ്, ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സെഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ജോയിൻ അവർ ബാച്ച്.
നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ let us enjoy our first problem. See the first one. So നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? So this particle is starting from the rest. So we know what is dp by dt. So dp by dt is a force. So force is F is equal to QE. So Q the charge is E and the electric field is E. Isn't it? dp by dt is equal to EE. Isn't it? So what is P? If you integrate this will be variable separable form, and if you integrate this, EET plus constant of integration C. EET plus C. And if you apply our initial conditions, so at time t is equal to 0, at time t is equal to 0, we know at a time t is equal to 0, the particle was at a rest. So since the particle is at rest, the momentum p is equal to 0. Momentum p is equal to 0 and the velocity c is equal to 0 also. So the particle was at rest. So it is at 0. So then since p is equal to 0, p t is 0, so c is equal to 0. So we get p is equal to EET. So p is equal to EET. So the constant c is equal to 0 and p is equal to EET. Then we know yes. Then what about then p is equal to EET. So what is p? P is equal to mv, and since m is equal to gamma m, so m0, p is equal to p is equal to mv and m is equal to gamma m. So that is mv divided by root of 1 minus v square by c square is equal to EE into t. Correct? Just substitute for p. So what will you get? Then therefore t is equal to what will you get? T is equal to 1 by EE. So m by EE into v by root of 1 minus v square by c square. V by root of 1 minus v square by c square. And we need to get time at the time t at which velocity is c by 2. Just substitute v is equal to c by 2. C by 2 substitute is there. So if you substitute, then t is equal to m by EE into v by root of v is what? V is c by 2, isn't it? V is c by 2. So we will get c by 2 divided by root of 1 minus c square by 4. So it is a c square by 4, c square and c square cancels. So it is 1 minus 1 by 4. 1 minus 1 by 4. So t is equal to m by EE into c by 2 divided by 1 minus 1 by 4 is what? This is 3 by 4. So it is root 3 by 4. Root 3 by 4. When that 4 comes out of the root, it will be 2. So this 2 and this 2 cancels. And what will you get at time? T is equal to mc divided by root 3 EE. mc divided by root 3 EE. So at this time, we will have that particle at velocity c by 2. Is it clear? So വളരെ simple ആണ്. നമ്മൾ second law, Newton's second law is dp by dt is equal to QE. So just substituting that, and we integrate our differential equation with respect to the variable separable form, and we apply the initial condition, and we get the c is equal to 0, and we substitute for mv divided by root of 1 minus v square by c square is equal to EET, and we substitute we solve for t, and we substitute
V is equal to C by 2, and we simplify and we get T is equal to MC divided by root 3 EE. Clear? So let us move into the next one. The Hamiltonian of a classical one-dimensional harmonic oscillator is H is equal to half P square plus X square in suitable units. Then the total time derivative of the dynamical variable P plus root 2x is. So, നമുക്ക് total time derivative ആണ്. ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, ഒരു ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. So we know what is the total time derivative. So we know the total time derivative. So dA by dt. If A is the operator given, and you have to find the total time derivative of that dA. dA by dt is equal to commutator A comma h plus dou A by dou t. Dou A by dou t. Isn't it? So what is our A here? A is equal to P plus root 2 into X. So since A is independent of, there is no explicit dependence of time, we can say that dou A by dou t is equal to 0. So therefore dA by dt equals commutator A comma h. Commutator A comma h. Clear? So what is it? So dA by dt is equal to what is A? So P plus root 2 into x comma then what is the Hamiltonian given? Half into P square plus x square. Half into P square plus x square. ശരിയല്ലേ? So just take half. So ഇവിടെ ഏതൊക്കെയാണ്? So P and x square and x and P square. ശരിയല്ലേ? These two only will stand. All other combinations will vanish. So this will be equal to what? This will be equal to commutator P comma x square by 2. Don't forget this 2, half. Okay, P plus x square by 2 plus next root 2x comma half P square. Root 2x comma half P square, isn't it? So dA by dt equals half can be taken outside, P comma x into derivative of x plus root 2 is taken outside. Root 2 can be taken outside, x comma p into half into 2p. Correct? നമ്മുടെ ക്ലാസ്സിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ, ഇങ്ങനെ ഓരോന്നും നമ്മൾ കൃത്യം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റർ ആൾജിബ്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ് റെഫർ ചെയ്തിട്ട് വീണ്ടും ഈ പ്രോബ്ലം ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി. Okay, so 2 and 2 cancels, and what is xp? What is xp? xp is ih cross, it is minus ih cross. Xp is ih cross and bx is minus ih cross, isn't it? So dA by dt. So dA by dt equals what is that? This is px, that is a minus ih cross into x plus root 2 into ih cross into p. Root 2 into ih cross into p. And see, this is a classical one-dimensional harmonic oscillator. This is given in the question. This is a classical one-dimensional harmonic oscillator. So this can be divided with ih cross. I have told you. So here it can be considered as a Poisson bracket. Poisson bracket A comma h. If you find it difficult to solve in Poisson bracket, do it in commutator bracket and divide at last with ih cross. So if you divide with ih cross, then dA by dt will be equal to minus x plus root 2p, or you will get just root 2p minus x. So it is root 2p minus x. So this is the total time derivative.
Is it clear? So I hope this is understood. Okay, so let us move into the next one. So next one, okay, a constant electric current I in an infinitely long straight wire is suddenly switched on at a time t is equal to 0. The vector potential at a perpendicular distance r from the wire is given by A is equal to mu 0 I by 2 pi log 1 by r ct plus root ct square ct whole square minus r square in k cap direction. So the electric field at a distance r is, so r is very much less than ct, it is given ct, c into t, so the dimension of length, so dimensionally it is viable. So I have an infinitely long straight wire and the current is suddenly switched on at the initial time. Initially the current is suddenly switched on. So then when the current is switched on, there will be a magnetic field surrounding it, isn't it? So and then at a perpendicular distance r from the wire, the vector potential is given. The vector potential is given as A is equal to what? Mu 0 I by 2 pi mu 0 I by 2 pi log what is that? Log 1 by r into 1 by r into ct minus ct plus root of c square t square minus r square, isn't it? Root of c square t square minus r square in k cap direction. And we have to find the electric field at a distance r. So what is the formula for electric field? Electric field is equal to minus del phi minus dou A by dou T. Minus del phi minus dou A by dou T, isn't it? So since it is an infinitely long electric wire, since it is an infinitely long straight wire, phi is equal to 0. Infinitely long straight wire, phi is equal to 0, and therefore we will get electric field E is equal to minus dou A by dou T. Just the time derivative of this magnetic vector potential will give you the electric field. So electric field E is equal to minus dou A by dou T. So just a time derivative of this given magnetic vector potential will give you the sufficient electric field, isn't it? So just to do the time derivative. So electric field E is equal to there is a negative, so minus mu 0 I by 2 pi into minus mu 0 I by 2 pi into log function means 1 by r into ct plus under root c square t square minus r square. C square t square minus r square. Then derivative of this. So time derivative, that means it is a c plus root time derivative of a root function. So it is 1 by 2 root c square t square minus r square into derivative of this. So it is 2c square t. Is it clear? So 2 and 2 cancels. So just to take cross multiplication. So E is equal to minus mu 0 I by 2 pi into then c root c square t square minus r square plus c square t into there is 1 by r also, isn't it? So 1 by r and 1 by r cancels plus c square t divided by root of c square t square minus r square whole divided by what? ct plus or under root c square t square minus r square. C square t square minus r square. So see, in the numerator there is a c in additional. So if you take that c outside, so electric field E is equal to minus mu 0 I c divided by 2 pi into, then I have taken that c outside. So if you take that c outside, so this will be what? Root of c square t square minus r square plus ct. So this and this will cancel. So into 1 by under root c square t square minus r square.
So this will be the required electric field. So electric field is equal to minus mu 0 IC divided by 2 pi into root of c square t square minus r square. C square t square minus r square. And in which direction? So it is in the k cap direction. So we have not changed any direction. It is in the k cap direction itself. Is it clear? So I hope this is very clear, and I request you to study differentiation properly. Okay, so this is the answer. Clear? And see the next one. What is the next one? See, the component along an arbitrary direction n cap with the direction cosines nx, ny, nz of the spin of a spin half particle is measured. The result is, so I measured the spin of a spin half particle having direction cosines nx, ny and nz, and I need to know what is the result. Okay, so I find this spin algebra of in quantum mechanics as very important at the point of exam point of view. Okay, so this is spin algebra, especially angular momentum algebra, then those simple properties of wave functions, then perturbation theory, variational principle, then WKB approximation. So all those things are very, very important in exam point of view for CSIR. Okay, so കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്പിൻ ഓൾജിബ്ര പിന്നെ ആംഗുലാർ മൊമെൻ്റ് ഓൾജിബ്ര കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിനകത്ത് നിന്ന് ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. സ്പിൻ ഓൾജിബ്രയിലെ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ടാവും. കാരണം നമുക്ക് പ്രാക്ടീസ് കുറവാണ്. അതിൽ നിന്ന് അധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുമില്ല, സ്പെയർ പ്രോബ്ലംസ് നമുക്ക് കിട്ടാനുമില്ല. സോ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാക്കിയിട്ട് വളരെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഈ പ്രോബ്ലം ആണെങ്കിൽ നോക്കിയോ, ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The component along an arbitrary direction with the direction cosines of a spin half particle is measured. The result is, so spin half particle ആണ്. So we know what is Sx. What is Sx? Sx is equal to h cross by 2 into sigma x, isn't it? And what is Sy? Sy is equal to h cross by 2 into sigma y, and Sz is equal to h cross by 2 into sigma z. H cross by 2 into sigma z. And you know what is sigma x, sigma y, sigma z pole spin matrices, and you know what it is and how it is, what are the properties എല്ലാം അറിഞ്ഞിരിക്കണം. Okay, so here n, the direction cosines n is equal to what is the direction? Nx I cap plus ny j cap plus nz k cap, and what is the spin? So if this is so, nx I cap plus ny j cap plus nz k cap, and also since they are direction cosines, nx square plus ny square plus nz square is unity. നമുക്ക് അറിയാവുന്നതാണ്, ശരിയല്ലേ? And also what is S? The spin S is equal to sx I cap plus sy j cap plus sz k cap, ശരിയല്ലേ? So what is then n dot s? What is n dot s? N dot s is equal to nx into sx plus ny into sy plus nz into sz, ശരിയല്ലേ? So substitute ചെയ്തേ. So this is equal to nx into h cross by 2 into what is sx? Sx is 0,110 plus ny into h cross by 2 into what is sigma y? What is sigma y? Sigma y is 0 minus I 0 plus nz into h cross by 2 into what is sigma z? Sigma z is 100 minus 1. 100 minus 1. ശരിയല്ലേ? Don't panic. Very simple. So this is equal to
So this is equal to what? Nx into h cross by 2. So this is equal to 0. Nx into h cross by 2. Then nx into h cross by 2, 0. Plus what is this? 0 minus I ny h cross by 2. This is I ny h cross by 2, 0. Just I am multiplying this. Okay, so plus what is this? Nz into h cross by 2, 0, 0 minus nz into h cross by 2. So I have a 2 by 2 matrices, and I have to add all these things. So if we add this, if you add what is n dot s then? So the n dot s matrix, n dot s is equal to n dot s is equal to what? N dot s is equal to 0 plus 0 plus nz into h cross by 2. So it is a nz into h cross by 2. Then this minus I into this plus 0. So what is this? What is that? H cross by 2 can be taken common. So h cross by 2 into nx minusiny. Nx minusiny. Then this nx iny h cross by 2. So h cross by 2 into nx plus iny. Then what is this? So 0 plus 0 minus nz h cross by 2 minus nz into h cross by 2. So you got the n dot s matrix. So if you get this n dot s matrix, we can find the eigenvalues. So what are the eigenvalues? So let I suppose let lambda be the eigenvalue. Lambda be the eigenvalue. So if lambda is the eigenvalue, so I can get the characteristic equation. So nz into h cross by 2 minus lambda. A minus lambda I is equal to 0. So h cross by 2 into nx plus nx minusiny, isn't it? Nx minus iny. Then here it is h cross by 2 into nx plus iny and minus nz into h cross by 2 minus lambda. Determinant is equal to 0. A minus lambda I is equal to 0. So just remember this. So I am writing in the another slide. So what will be that? There is a minus into plus. So that is minus nz into minus nz into h cross by 2 minus lambda into nz into h cross by 2 minus lambda minus h cross by 2 into h cross by 2. It is h cross square by 4. H cross square by 4 into nx into nx plus iny into nx minus iny. This is equal to 0. This is equal to 0. So see what is this? So so if you take so here yes, here one negative is there, isn't it? So one negative is there. So minus sorry, here there is no negative. If you take this negative, this will be plus, isn't it? So minus nz minus h cross by 2 into nz into h cross by 2. Minus nz minus h cross by 2 into nz into h cross by 2. So minus nz into h cross by 2 minus lambda. അതിനകത്തുനിന്ന് ഞാനൊരു നെഗറ്റീവ് കോമൺ എടുത്താൽ എന്ത് വരും? nz into h cross by 2 plus lambda. ശരിയല്ലേ? So a plus b into a minus b. A plus b into a minus b. So this will be what? A square h cross square by 4. A square minus b square minus nz square into h cross square by 4 minus lambda square minus h cross square by 4 into
See, a square, a plus b into a minus b. A square minus b square. So a square is nx square, obvious. A square minus b square. B square is I into ny. So I into I is minus 1. So minus into minus plus nx square plus ny square. This is equal to 0. Nx square plus ny square is equal to 0. So what it will be? So h cross square by 4. H cross square by 4 into. See, h cross square by 4. H cross square by 4. Minus. So minus h cross square by 4. Minus h cross square by 4 into nx square plus ny square plus here nz square. Nz square minus lambda here minus into minus plus I plus lambda square is equal to 0. So nx square plus ny square plus nz square, they are direction cosines. So this is equal to 1. So minus h cross square by 4 plus lambda square is equal to 0, and lambda is equal to what? Plus or minus h cross by 2. Plus or minus h cross by 2. So the eigenvalues of that matrix is the result. ശരിയല്ലേ? ആ ഒരു മെഷർമെന്റിന്റെ ഐഗൻ വാല്യൂ ആണ് നമുക്ക് n dot എസിന്റെ ഐഗൻ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. സോ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് h ക്രോസ് ബൈ 2. സോ ഇവിടെ ജസ്റ്റ് n dot s എന്താണെന്ന് കണ്ടുപിടിക്കുക, n dot s മെട്രിക്സ് കണ്ടുപിടിക്കുക, അതിന്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക, ആൻഡ് ദാറ്റ് ഐഗൻ വാല്യൂ വിൽ ബി അവർ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് മനസ്സിലായല്ലോ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ദെൻ I hope this is clear, and these problems may definitely help you. So ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് അറിയാനായിട്ടും നമ്മുടെ എക്സ്പ്രസ് ബാച്ചിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.